ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ കൂട് തുറക്കാം എന്നുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കൂട് തുറക്കാം. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ്. സ്നേഹത്തെ നാം തൊട്ടറിയുന്നത് എങ്ങനെയാണ്? അത്തരത്തിൽ സ്നേഹത്തെ തൊട്ടറിയുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെറും തൊട്ടിലാട്ടാതെ കാറ്റേ എന്നൊരു കുഞ്ഞു കവിത. പാഠം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നോക്കൂ, എന്താ ചിത്രത്തിൽ തന്നിരിക്കുന്നത്? ഒരമ്മ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്തിട്ട് ഉറക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു കുരങ്ങൻ അതിൻ്റെ കുഞ്ഞിനെയും തൻ്റെ മാറോട് ചേർത്ത് ഉറക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനായാലും മൃഗങ്ങളായാലും അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഒരുപോലെ തന്നെയാണ് അല്ലേ. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് ഈ കവിതയിൽ പഠിക്കാനുള്ളത്. വെറും തൊട്ടിലാട്ടാതെ കാറ്റേ, ഉറക്കത്തിലാണെൻ്റെ കുഞ്ഞ് കിടക്കുന്നിതെന്നോട് ചേർന്ന്, തുറന്നേയിരിക്കുന്നു ചുണ്ട് നുണയ്ക്കുന്ന പാലും മറന്ന്, തഴയ്ക്കും മുടിക്കാട്ടിനുള്ളിൽ മുളയ്ക്കും വിയർപ്പിൻ്റെ തുള്ളി, ഒഴുക്കായി വഴിച്ചാലൊതുക്കി ചെവിക്കുമ്പിളിൻ മുമ്പിലെത്തി. ജനൽച്ചില്ലമേൽ വന്നിരുന്ന് കുളിർക്കൂകലാലൊന്നു വീശ്, കുയിൽക്കുട്ടി നീയൊന്നു കൂട് കുറഞ്ഞോട്ട വെയിലിന് ചൂട്, അനക്കാതടർത്തുമ്പോഴെന്നെ മുറുക്കെ പിടിക്കാതെ പൊന്നെ, വിതുമ്പിത്തുടങ്ങുന്നു പയ്യെ തുടത്താളമാകുന്നു കയ്യേ. എന്താ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഉറക്കത്തിലാണെൻ്റെ കുഞ്ഞ് കിടക്കുന്നിതിന്നോട് ചേർന്ന്. എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് ചേർന്ന്, എൻ്റെ മാറോട് ചേർന്ന് ഉറങ്ങുകയാണ്. ഉറക്കത്തിലാണ് കുഞ്ഞ്. തുറന്നേയിരിക്കുന്നു ചുണ്ട് നുണയ്ക്കുന്ന പാലും മറന്ന്. എപ്പോഴാ കുഞ്ഞ് ഉറങ്ങിപ്പോയത്? പാല് കുടിക്കുന്നതിനിടയിൽ പാല് കുടിച്ച് അങ്ങനെ ഉറങ്ങിപ്പോയതാണ്. ആ ചുണ്ട് പാല് എന്താണ് പറയുക, പാല് കുടിക്കുന്നതിനിടയിൽ അതിൽ നിന്ന് വിട്ട് ചുണ്ട് തുറന്നുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്നത്. തഴയ്ക്കും മുടിക്കാട്ടിനുള്ളിൽ മുളയ്ക്കും വിയർപ്പിൻ്റെ തുള്ളി. കുട്ടിയുടെ മുടിയെ തഴയ്ക്കുന്ന മുടിക്കാടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുടിയുടെ ഉള്ളിൽ എന്താണ്, വിയർപ്പിൻ്റെ തുള്ളി ഇങ്ങനെ മുളയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വിയർപ്പിൻ്റെ തുള്ളികൾ ഇങ്ങനെ പൊടിയുന്നുണ്ട്, വിയർപ്പ് പൊടിയുന്നുണ്ട്. ഒഴുക്കായി വഴിച്ചാലൊതുക്കി ചെവിക്കുമ്പിളിൻ മുൻപിലെത്തി. എന്നിട്ടോ വിയർപ്പ് ഒഴുകി ഒഴുകി ചെവിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ജനൽച്ചില്ലമേൽ വന്നിരുന്ന് കുളിർക്കൂകലാലൊന്നു വീശ്, കുയിൽക്കുട്ടി നീയൊന്നു കൂട് കുറഞ്ഞോട്ട വെയിലിന് ചൂട്. പിന്നെ എന്താ അമ്മ പറയുന്നത്? ജനലിൽ വന്നിരുന്നിട്ട് കുയിലേ നിന്റെ കുളിര് പോലെയുള്ള നിന്റെ പാട്ട് നീ ഒന്ന് പാട്, കുളിര് പോലെ നീ ഒന്ന് കൂവ്. എന്നിട്ടോ ആ കൂവൽ കൊണ്ടെങ്കിലും എൻ്റെ കുട്ടിയുടെ ഈ വിയർപ്പൊന്ന് അമർന്നോട്ടെ, ഈ ചൂടൊന്ന് കുറഞ്ഞോട്ടെ, അങ്ങനെ കുട്ടിക്കൊരു സുഖം കിട്ടിക്കോട്ടെ എന്ന് അമ്മ പറയാണ്. അനക്കാതടർത്തുമ്പോഴെന്നെ മുറുക്കെ പിടിക്കാതെ പൊന്നെ, വിതുമ്പിത്തുടങ്ങുന്നു പയ്യെ തുടത്താളമാകുന്നു കയ്യെ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടിയെ ഈ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മെല്ലെ തൻ്റെ മാറിൽ നിന്ന് അമ്മ ഇങ്ങനെ താഴേക്ക് വെക്കാനായിട്ട് അനക്കാതെ മെല്ലെ ഇങ്ങനെ താഴേക്ക് കിടത്തുകയാണ്. ആ സമയത്തോ കുട്ടി അമ്മയെ വിടുന്നില്ല, മുറുകെ പിടിക്കുന്നു. ഉറക്കത്തിലാണെങ്കിലും കുഞ്ഞമ്മയെ മുറുകെ പിടിക്കുന്നു. കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയാണല്ലേ. അഥവാ നമ്മൾ മടിയിലൊക്കെ ഇരുത്തി, നിങ്ങൾക്ക് അമ്മയ്ക്ക് അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അമ്മയുടെ മടിയിൽ കിടന്ന് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ആ കുഞ്ഞിനെ താഴേക്ക് കിടത്തുക അല്ലെങ്കിൽ തൊട്ടിലേക്ക് കിടത്തുമ്പോൾ കുട്ടി അമ്മയുടെ വസ്ത്രത്തിൽ ഇങ്ങനെ മുറുക്കി അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കും. അമ്മ പോകുന്നത് വേഗം കുഞ്ഞറിയും. വിതുമ്പിത്തുടങ്ങുന്നു പയ്യെ തുടത്താളമാകാവൂ കയ്യേ. എന്നിട്ടോ കുഞ്ഞ് മെല്ലെ മുറുകെ പിടിച്ചിട്ട് മെല്ലെ മെല്ലെ കരയാനായിട്ട് വിതുമ്പി തുടങ്ങുകയാണ്. അമ്മ കുഞ്ഞിനെ മാറിൽ നിന്ന് എടുത്തു വെക്കുമ്പോൾ മെല്ലെ കുഞ്ഞ് വിതുമ്പുകയാണ്. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? തൻ്റെ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ തുടയിൽ ഇങ്ങനെ തട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെഴുതിയത് ആര്യാംബിക എന്ന് പറയുന്ന ഒരു കവയിത്രിയാണ് കേട്ടോ. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. കവിതയുടെ അർത്ഥം എല്ലാ മക്കൾക്കും മനസ്സിലായല്ലോ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, കവിത താളമിട്ട് ചൊല്ലൂ. മക്കൾ ഈ കവിത നല്ല താളത്തിൽ ചൊല്ലി നോക്കുക. ചോദ്യം 2, കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് ആരാണ്, എങ്ങനെ മനസ്സിലായി? കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് ഒരു അമ്മയാണ്. അമ്മയുടെ വാത്സല്യവും സ്നേഹവും കവിതയിലുടനീളം നമുക്ക് കാണാനാവുന്നുണ്ട്. എൻ്റെ കുഞ്ഞ്, പൊന്നെ തുടങ്ങിയിട്ടുള്ള വിളികളെല്ലാം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വിളിക്കുന്നവയാണ്. അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഓക്കെ. ചോദ്യം 3, പല സ്വപ്നങ്ങളും കണ്ട് കുട്ടി ശാന്തമായി ഉറങ്ങി. നമ്മളും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതൂ. എന്നെ ഏറെ സന്തോഷവതിയാക്കിയ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്.
ഒരു കൊച്ചു വീടിന് ചുറ്റും മനോഹരമായി പൂത്തു നിൽക്കുന്ന പൂക്കളും പൂന്തോട്ടത്തിൽ പാറി നടക്കുന്ന പൂമ്പാറ്റകളും കുരുവികളും വീടിനു മുറ്റത്തായി പടർന്നു നിൽക്കുന്ന വള്ളിപ്പടർപ്പുകളും എല്ലാം ആ സ്വപ്നത്തിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന എൻ്റെ അമ്മയും അച്ഛനും അവരുടെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന കവറിൽ നിറയെ കളിപ്പാട്ടങ്ങളും അങ്ങനെ ആ സ്വപ്നത്തിൽ എന്നെ സന്തോഷിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചോദ്യം 4. സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ. ഒരിക്കൽ ഞാനും അമ്മയും കൂടെ സാധനങ്ങൾ വാങ്ങാനായി പുറത്തു പോയതായിരുന്നു. സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോൾ പ്രായമായൊരു അമ്മുമ്മ റോഡ് മുറിച്ചു കടക്കാൻ കഴിയാതെ റോഡരികിൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോവുകയായിരുന്നു. ഒരാളും അവർക്ക് വണ്ടിയൊന്നും നിർത്തിക്കൊടുത്തില്ല. ഇതുകണ്ട എൻ്റെ അമ്മ അവരുടെ അടുത്തേക്ക് ചെന്ന് ആ അമ്മൂമ്മയുടെ കൈപിടിച്ച് റോഡ് മുറിച്ചു കടക്കാനായി സഹായിച്ചു. അമ്മൂമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്നെയും അമ്മയെയും നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചു. ഒരു മകളെന്ന നിലയിൽ അമ്മയെ ഓർത്ത് എനിക്ക് ഏറെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. മറ്റുള്ളവരോടുള്ള അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ ഒരു നിമിഷം ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു കൊച്ചു പാഠത്തിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൻ്റെ ആശയവും അതുപോലെ അതിൽ ചെയ്ത ചോദ്യോത്തരങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ ശരി, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്